പാർട്ടി നടപടി നേരിട്ട PK ശശിയുടെ KTDC ചെയർമാൻ സ്ഥാനം ഇനി മുഖ്യമന്ത്രിയുടെ കയ്യിൽ. മുഖ്യമന്ത്രി തീരുമാനമെടുക്കട്ടെ എന്നാണ് പാർട്ടിയിൽ ധാരണ. ശശിയെ CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. അരുൺ ആലത്തൂർ ചേർന്ന വിവരങ്ങളുമായി. അരുൺ, ഇനി മുഖ്യമന്ത്രിയുടെ കോട്ടിലേക്ക് എത്തിയിരിക്കുന്നു, ഇത് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? ഈ KTDC ചെയർമാൻ സ്ഥാനം ഇനി മുഖ്യമന്ത്രി തീരുമാനിക്കും, വേണോ വേണ്ടേ എന്നുള്ളതാണ് പാർട്ടിയിൽ ധാരണ ഉണ്ടായിരിക്കുന്നത്. ശശിയെ CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുന്ന കാര്യത്തിലും തീരുമാനം ഇതുവരെ ആയിട്ടില്ല. പാർട്ടി ആവശ്യപ്പെട്ടിട്ടും ശശി ഈ തൽസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത്. ഏതായാലും ഈ ശശി ഇത്തരത്തിൽ പാർട്ടി ഫണ്ട് വകമാറ്റി തന്റെ നേതൃത്വത്തിലുള്ള യൂണിവേഴ്സൽ കോളേജുമായി ബന്ധപ്പെട്ടാണ് ഈ പാർട്ടി ഫണ്ട് തിരിമറി നടത്തിയത്. ഒപ്പം തന്നെ മണ്ണാർക്കാടുള്ള സ്വകാര്യ സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ തന്റെ ബന്ധുക്കൾക്ക് നിയമനം നൽകി അടുപ്പക്കാരെ നിയമിച്ചു എന്നൊക്കെ ആയിരുന്നു ശശിക്കെതിരെ ഉയർന്ന പരാതി. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പരാതി ഉയരുകയും പിന്നീട് പാർട്ടിയുടെ 2 അംഗ കമ്മീഷൻ അത് അന്വേഷിക്കുകയും തുടർന്ന് ശശി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും അത്തരത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് ശശിക്കെതിരെ പാർട്ടിയുടെ നടപടി ഉണ്ടായത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ആ ജില്ലാ കമ്മിറ്റി സ്വീകരിച്ച നടപടി അംഗീകരിക്കുകയൊക്കെ ചെയ്യുകയും പിന്നീട് അത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ അതിനുശേഷം ഈ KTDC ചെയർമാൻ സ്ഥാനവും അതുപോലെ തന്നെ CITUവിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ശശിയെ നീക്കുമോ എന്നുള്ളതായിരുന്നു വലിയ ചോദ്യചിഹ്നമായി നിന്നിരുന്നത്. ശശി ഈ 2 സ്ഥാനങ്ങളും രാജിവെക്കണം എന്നുള്ളതാണ് ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ അഭിപ്രായമുള്ളത്. പക്ഷേ ശശി ഈ 2 സ്ഥാനത്തും തുടരുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഈ മേഖലാ റിപ്പോർട്ടിംഗ് നടന്നിരുന്നു. ഈ മേഖലാ റിപ്പോർട്ടിംഗിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ശശിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തുകയുണ്ടായി. ശശി പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, ശശിയുടെ ഭാഗത്തു നിന്ന് ജില്ലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായി എന്നൊക്കെയായിരുന്നു മേഖലാ റിപ്പോർട്ടിംഗിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നത്. അങ്ങനെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ശശിയെ കൈയൊഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ശശിയുടെ ഈ 2 സ്ഥാനങ്ങൾ, അതായത് KTDC ചെയർമാൻ സ്ഥാനവും അതുപോലെ തന്നെ CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും, ഈ 2 സ്ഥാനത്ത് നിന്ന് നീക്കുക എന്നുള്ളതാണ് അടുത്തൊരു നടപടി. പക്ഷേ അതേതായാലും പാർട്ടി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം PK ശശിക്ക് എല്ലാ കാലത്തും വലിയ പിന്തുണ നൽകിയിട്ടുള്ള വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാരണം നേരത്തെ ശശിക്കെതിരെ ലൈംഗിക പീഡന ആരോപണ പരാതി ഉയർന്ന വേളയിൽ പോലും ശശിയെ സംരക്ഷിക്കുന്ന ഒരു നടപടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഈ KTDC ചെയർമാൻ സ്ഥാനവും CITUവിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നൊക്കെ മാറ്റുന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്.